ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡെയിലി ബൂസ്റ്റർ ജി കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ 10th പ്രിലിംസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 100ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 71/2022 ആണ്. ഇതിന് മുന്നേയുള്ള 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡേ 3 നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ആ ഒരു ബാക്കിയുള്ള ഒരു 20 ക്വസ്റ്റ്യനും കൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നിന്നാണ് എടുക്കുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? അത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ. ഓക്കെ, ഇതായിരുന്നു പി എസ് സിയുടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇൻസുലിൻ ആണ്. പി എസ് സിയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? സാർവിക ദാതാവ് അതായത് എന്താണ്? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് ആരാണ്? അത് O ഗ്രൂപ്പിനാണ്. എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്നത് ആരാണ്? സാർവിക സ്വീകർത്താവ് എന്ന് പറയുന്നത് അത് AB ഗ്രൂപ്പാണ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗവുമായാണ് വൈഡൽ ടെസ്റ്റ് ബന്ധപ്പെട്ടത്? അത് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എങ്കിൽ കുറച്ച് ടെസ്റ്റ് നമുക്ക് പഠിക്കാം. എന്താണ് ഷിക് ടെസ്റ്റ്? ഷിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടതാണ് ഡിഫ്തീരിയ. അതേപോലെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതെന്തൊക്കെയാണ്? അതിലൊന്നാണ് എലിസ ടെസ്റ്റ്. പിന്നെ എന്തുണ്ട്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. പിന്നെയുള്ളതാണ് PCR ടെസ്റ്റ്. ഇതെല്ലാം എന്താണ്? എയ്ഡ്സിന്റെ ടെസ്റ്റുകളാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഈ സാർവിക ദാതാവ്. അതിൻ്റെ ഒപ്പം പഠിക്കേണ്ടതാണ് MAL എന്ന് പറയുന്നത്. ഈ എന്താണ് MAL? കഴിഞ്ഞ LGS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, MAL എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫെയർ ഫാക്റ്റ് ആണ്. അതായത് പുതിയതായി കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പാണ് എന്ത് പറയുന്നത്? MAL എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഫുൾ ഫോം? മൈലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ എന്നുള്ളതാണ്. ലിംഫോസൈറ്റ് പ്രോട്ടീൻ, അതാണ് MALന്റെ ഫുൾ ഫോം. മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? അതായത് വാരിയെല്ലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചിരുന്നത്. എത്രയാണ്? അത് ഓപ്ഷൻ സി 24 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്താണ്? കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് അത് വൈറ്റമിൻ ഡി ആണ്. കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH, കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് നമുക്കിത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അത് നമ്മൾ 8 പറയാം. അതായത് 8 എന്നാണ് നമ്മൾ PSC തന്നെ ഒരു ആൻസർ കീയിൽ 8 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 8 എന്ന് പറയുമ്പോൾ ആൽക്കലി നേച്ചർ വരും. അപ്പൊ അതിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് അത് കറക്റ്റ്? നമുക്ക് അതുകൊണ്ട് ഈ ഒരു അത് ക്യാൻസൽ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട എന്തൊക്കെയാണ്? PH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? PH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻസൺ ആണ്. ആരാണ്? സൊറൻസൺ PH സ്കെയിൽ കണ്ടുപിടിച്ചത്. എങ്കിൽ 7 എന്ന് പറയുന്ന PH വാല്യൂ 7 ആണെങ്കിൽ അത് നിർവീര്യ ലായനി ആയിരിക്കും. അതേപോലെ PH 7 കുറവാണെങ്കിൽ അത് ആസിഡും, 7 കൂടുതലാണെങ്കിൽ എന്താണ്? PH 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ അറിയപ്പെടുന്നു? അതാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? മരവാഴ, അതേപോലെ തന്നെ ഓർക്കിഡ് എന്നിവ എന്നും പറഞ്ഞ് എന്താണ്? ഒരു ചെടി നശിച്ചു പോകത്തില്ല. കാര്യം എന്താണ്? അവ എന്താ? ജസ്റ്റ് ഒന്നും അവർക്ക് എന്താണ്? വസിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ മറ്റൊന്നാണ് എന്താ? പരാത സസ്യങ്ങൾ. അതിൽ 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് അർദ്ധപരാതം, മറ്റേതാണ് എന്ത്? പൂർണ്ണപരാതം എന്ന് പറയുന്നത്. ഈ അർദ്ധപരാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്താണ്? ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും. അതായത് എന്നിട്ട് എന്ത് ചെയ്യും? ആഹാരം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. അതിന് ഉദാഹരണമാണ് എന്ത്? ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഇത്തിൽ കണ്ണി എന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ആഹാരം സ്വന്തമായി ഉണ്ടാക്കും. ഇനി പൂർണ്ണപരാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒന്നിനും പറ്റത്തില്ല. അവർക്ക് എന്താണ്? ഇരിക്കാൻ സ്ഥലവും കൊടുക്കണം. അവർക്ക് ഇവരുണ്ടാക്കുന്ന ഫുഡ് മുഴുവനും, അതായത് പോഷകങ്ങൾ മുഴുവനും ആരാണ്? ഈ പൂർണ്ണപരാതങ്ങൾ വലിച്ചെടുക്കും. അതിന് ഉദാഹരണമാണ് എന്ത്? മൂടില്ലാത്താളി. പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണം. ഭൂകാണ്ഡം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭൂമിയുടെ അടിയിലുള്ള കാണ്ഡം, സ്റ്റെം ആണ്. അപ്പൊ എന്താണ് വരുന്നത്? ഉരുളക്കിഴങ്ങാണ്. മറ്റേതൊക്കെയാണ് ഭൂകാണ്ഡം എന്ന് പറയുന്നത്? ഒണിയൻ, നമ്മുടെ സവാള വരും. അതേപോലെ തന്നെ ഇഞ്ചി. ഇതൊക്കെ എന്താണ്? ഭൂകാണ്ഡത്തിന് ഉദാഹരണങ്ങളാണ്. പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം, ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ഹരിതയാണ്. ഹരിത എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വഴുതനയുടെ ഇനമാണ് ഹരിത എന്ന് പറയുന്നത്.
ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തുള്ളത്? ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ഏതാണ്? അത് ചാവക്കാട് ഓറഞ്ചും അതേപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. എങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടി ചേരുന്നതാണ് എന്ത്? അത് ചന്ദ്രലക്ഷയാണ്, ലക്ഷ. അതേപോലെ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തവും കൂടി കൂടിച്ചേർന്നാണ് എന്ത്? അത് ലക്ഷഗംഗയാണ്, ലക്ഷഗംഗ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പ് ആണ് വേണ്ടത്. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്? ഒരേ ഇനം ആറ്റോമിക നമ്പറും വ്യത്യസ്ത എന്താണ് മാസ് നമ്പറുമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, അത് എന്തായിരിക്കണം? ഒരേ ആറ്റങ്ങളുടെ ആയിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ആറ്റങ്ങളാണ്. അപ്പൊ ഇതൊരിക്കലും വരില്ല, ഇതും വരില്ല. ഇനി നോക്കിക്കേ, ഇതിൽ നോക്കിക്കേ, ഇവിടെ ആറ്റോമിക് എണ്ണം നോക്കിക്കേ, ഇവിടെ എത്രയാണ്? 6 അതേപോലെ മാസ് നമ്പർ എന്താണ്? വ്യത്യാസമാണ്. അപ്പൊ ഇതെന്താണ്? ഐസോടോപ്പിന് ഉദാഹരണമാണ്. ഇതും നോക്കിക്കേ, അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യാസവുമാണ്. അപ്പൊ ഇതും ഐസോടോപ്പിന് ഉദാഹരണമാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. അത് നമുക്കറിയാം. പ്രൊട്ടിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 0, ഡ്യൂട്ടീരിയത്തിലെ 1, അതേപോലെ ട്രിഷ്യത്തിലെ 2. ഇതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് എന്തിൻ്റെതാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മോസ്ലി. ആറ്റോമിക നമ്പർ ആണെങ്കിൽ മോസ്ലിയും, ആറ്റോമിക മാസ് ആണെങ്കിൽ ആരാണ്? ആറ്റോമിക മാസ് ആണെങ്കിൽ അത് മെൻഡലീവ് ആണ്. മെൻഡലീവിനെയാണ് നമ്മൾ എന്ത് പറയുന്ന എന്താണ്? ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മെൻഡലീവ് ആണ്. അതേപോലെ മോസ്ലിക്ക് എന്താണ് പ്രത്യേകത? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്? മോസ്ലി എന്ന് പറയുന്നത്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ജലതന്മാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? H2O. അതിൽ എത്ര ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും. അങ്ങനെ 3 ആറ്റങ്ങളാണ് ജലതന്മാത്രയിൽ ഉള്ളത്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏത്? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏത് വരും? സോഡിയം ബൈകാർബണേറ്റ്, NaHCO3 ആണ്, NaHCO3. ഓക്കെ, അലക്കുകാരം എന്താണ്? അലക്കുകാരം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3 10H2O. ഇതാണ് അലക്കുകാരം സോഡിയം കാർബണേറ്റും എന്താണ്? അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റുമാണ്. എങ്കിൽ ജിപ്സം എന്താണ്? ജിപ്സം എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യം സൾഫേറ്റ് ആണ്, ജിപ്സം. അതേപോലെ തുരിശാണെങ്കിലോ, തുരിശ് എന്താണ്? അത് കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താ? ഡയമെൻഷണൽ സമവാക്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഊർജം, എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ആണ് അല്ലെ? എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വരും. അതേപോലെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം m ആണ്. അതേപോലെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമിനെയാണ് ആക്സലേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റു ഇവിടെ എന്ത് വരും? ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാസിന് m ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ അതെന്താണ്? ഡിസ്റ്റൻസ് ഇവിടെ L വരും. അതേപോലെ ടൈം ആണെങ്കിൽ T വരും. ഇൻറ്റു ടൈം സ്ക്വയർ ഉണ്ട് കേട്ടോ ആക്സലറേഷന്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അതും L ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ml സ്ക്വയർ T⁻². ഇവിടെ നേരെ ഈ T സ്ക്വയർ താഴ്ത്താ വന്നിരിക്കുന്നത്, നേരെ മേളിൽ പോകുമ്പോൾ T⁻² ആയിട്ട് വരും. സോ ml സ്ക്വയർ T⁻² എന്നുള്ളതാണ് ഇതിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്ന് പറയുന്നത്. ഇനി ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ എന്താണ് ജലത്തിന്റെ തിളനില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ജലത്തിന്റെ തിളനില. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യണം? സെൽഷ്യസ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്? അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? C × 9/5 + 32 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമാറ്റ് എന്താണ്? C എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്. ഇൻറ്റു 9/5 + 32 എന്ന് വരും. ഇവിടെ നമുക്കറിയാം ഇതും കൂടി കട്ടായി പോകുമ്പോൾ 20 തവണയാണ് അല്ലെ? 20 × 9 എന്ന് പറയുമ്പോൾ 180 വരും. 180 + 32 എന്ന് പറയും, അതായത് 212. അപ്പൊ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിയാണ്.
താഴെ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരതയുള്ളത് ഏതിനാണെന്ന്? വിശിഷ്ട താപധാരത ഏറ്റവും കൂടുതലുള്ളത് ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്, എപ്പോഴും ശക്തി കുറഞ്ഞ ബലം ചോദിക്കാറുണ്ട്, അത് ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. അതേപോലെ ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും ശക്തി കൂടിയതും. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ എത്ര വരെയാണ്? കണ്ടോ, ഇവിടെ നമുക്ക് 2000 ഹെർട്സ് തന്നിരിക്കുന്നത്, അപ്പൊ അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 20 ഹെർട്സ് മുതൽ എവിടം വരെ പറയാം? 20 കിലോ ഹെർട്സ് വരെ പറയാം. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നമുക്ക് 2 ഹെർട്സ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ്, ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. നെക്സ്റ്റ് 76/2022 ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റേറ്റ്മെന്റ് കയറി വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 7ാമത്തെ ഘട്ടം എന്തായിരുന്നു, അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാം തന്നെ ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻസും എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിരുന്നു. നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആസാദിക അമൃത് മഹോത്സവ്, സ്വച്ഛ് ഭാരത് അഭിയാൻ, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഈ സാഗർ പരികർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തായിട്ടായിരിക്കും? ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു? ചുറ്റുപാടുകളെ വൃത്തിയാക്കുന്നതിനെ പറ്റി അല്ലെ? സ്വച്ഛ് ഭാരത് അതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ നേരെ നോക്കുക, ബന്ധമില്ലാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്കിവിടെ ആൻസർ വരുന്നത് ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യമായിരുന്നു, അതേപോലെ തന്നെ എന്താണ്? സമുദ്രാവാസ വ്യവസ്ഥയുടെ സംരക്ഷണവുമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കേരള സഹായ ഹസ്തം എന്ന് പറഞ്ഞാൽ പറയുന്ന സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ധനസഹായവുമായിരുന്നു. അപ്പൊ ആൻസർ വരുന്നത് 1ഉം 3ഉമാണ്. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സുവർണ ചകോര പുരസ്കാരം നേടിയത് ഏതാണ്? ദിസ് ഈസ് നോട്ട് എ ബ്യൂറിയൽ, ഇറ്റ്സ് എ റിസഷൻ. ഇതായിരുന്നു എന്ത് വരുന്നത്? 2021 ഏതാണ്? 25ാമത്തെ, അതായത് ഇപ്പൊ നിലവിൽ എത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിലവിൽ 29ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നിങ്ങൾ എന്തായാലും ഇപ്പൊ ഈ ഫസ്റ്റ് ഫേസുകാർക്കല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഫേസുകാർ എന്തായാലും അതൊന്ന് പഠിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് ആര്? ഷെയ്ൻ വോൺ എന്ന് പറയുന്നത്. പക്ഷെ ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ൻ വോൺ ആണ് ആൻസർ വരുന്നത്. എന്താണ് ക്യാൻസൽ ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ 2022 മാർച്ച് 4 തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം പ്രശസ്തനായ ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്ററുമായിരുന്നു. 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച വാഹനം എന്ന് പറയുന്നത് EOS 04 ആണ്. ഇത് രണ്ടും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്. അപ്പൊ നമുക്ക് ശരിയായത് പഠിച്ചു വെക്കാം. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് എന്താണ്? ദി പ്രോമിസ്. അപ്പൊ ഇതിൽ തെറ്റുള്ളത് ഈ പറയുന്ന 4 മാത്രമായിരുന്നു കേട്ടോ തെറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കർ പ്രൈസ് എന്ത് ചെയ്യുക? പഠിച്ചിട്ടേ പോകാവൂ. കാര്യം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപയുടെ നാണയം? അതാരാണ്? വിജയരാജ സിന്ധ്യ, അതായത് BJPയുടെ ഒരു സ്ഥാപക പ്രവർത്തകയായിരുന്നു ആര്? വിജയരാജ സിന്ധ്യ എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ ജന്മശതാബ്ദി പ്രകാരമായിരുന്നു 100 രൂപയുടെ നാണയം? അതാരാണ്? വിജയരാജ സിന്ധ്യയാണ്. 2023 എന്ത് വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? ഏതായിരുന്നു? 2023 മില്ലറ്റ് വർഷമാണ്. 2024 എന്തായിരുന്നു? 2024 പഠിച്ചു വെക്കാതെ ഒട്ടക വർഷമാണ്. 2025 കുറച്ചധികം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതേപോലെ ഹിമാനികളുടെ സംരക്ഷണം, സഹകരണ വർഷം, ഇതെല്ലാം ആയിട്ട് വരുന്നുണ്ട്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ആര്? PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല എവിടെയായിരുന്നു? ആദ്യമായിട്ട് കൊറോണ സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു, ലൂ എവിടെയാണ് അനുഭവപ്പെടുന്നത്? ലൂ എന്ന് പറയുന്നത്
നമുക്ക് അറിയാം അല്ലെ, ഉഷ്ണകാലത്താണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. അപ്പൊ അത് കൂടുതലും എവിടെയായിരിക്കും? ഉഷ്ണകാലത്താണ് അല്ലെ. മൺസൂൺ കാലമല്ല, ശൈത്യകാലമല്ല. അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അതെന്താണ്? ഉഷ്ണകാലത്താണ്. ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ സ്ഥലങ്ങളെയായിരുന്നു? അത് ഹാൽദിയ ടു അലഹബാദ് ആണ്. ഓക്കെ, ഹാൽദിയ ടു അലഹബാദ്. സാദിയ ദുബ്രി ഏതാണ്? നാഷണൽ വാട്ടർവേ 2 ആണ്. കൊല്ലം കോട്ടപ്പുറം ഇപ്പൊ എന്താണ്? കോഴിക്കോട്. അത് എവിടെയാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് എന്ത്? ഇലപൊഴിയും കാടുകൾ. ഇത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന നമ്മുടെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഫാക്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. നമുക്കറിയാം തണുപ്പുള്ള പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും തേയില. അപ്പൊ ഇത് ശരിയായിരിക്കാം. കുങ്കുമപ്പൂവ് നമുക്കറിയാം ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറയുന്ന ഓറഞ്ച്, ആപ്പിൾ ഒക്കെ എന്താണ്? ഹിമാലയ ആ ഒരു പ്രദേശത്താണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. നമുക്കറിയാം ഇന്ത്യൻ പീഠഭൂമിയിൽ വിന്ധ്യ സത്പുര മുതൽ എവിടം വരെയാണ്? ഏകദേശം ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയുടെ ഈ ഭാഗം വരെയുള്ള ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ആ ഒരു പീഠഭൂമിയാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിളയാണ് റാബി വിളയാണ്. റാബി എന്ന് കാണുമ്പോഴേ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും? ഇവിടെ റാബി എന്ന് കാണുമ്പോഴേ നമുക്ക് ഇവിടെ ഈ പറയുന്ന നെല്ലുമല്ല ചോളവുമല്ല എന്ന് മനസ്സിലാവും അല്ലെ. കാര്യം അത് രണ്ടും ഖാരിഫ് വിളയാണ്. പിന്നെ വേണ്ടത് ഗോതമ്പും ബാർലിയുമാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിള നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായിരിക്കും എപ്പോഴും 1ാം സ്ഥാനം. അപ്പൊ നമുക്കറിയാം 1ാം സ്ഥാനം നെല്ലാണ്, 2ാം സ്ഥാനം എന്തിനാണ്? ഗോതമ്പാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് നമ്മുടെ കിഴക്കൻ തീരസമതലത്തിലാണ്. അതേപോലെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റാബി വിളകൾ ഏതൊക്കെയായിരുന്നു? റാബി വിളകൾ നമുക്ക് പറയാം ഗോതമ്പുണ്ട്, അതേപോലെ തന്നെ പയറുണ്ട്, അതേപോലെ ബാർലി, പിന്നെ എന്തൊക്കെയാണ്? കടുകുണ്ട്, പിന്നെന്താണ്? പുകയില. ഇതൊക്കെയായിരുന്നു റാബി വിളകൾ എന്ന് പറയുന്നത്. പിന്നെ ഖാരിഫ് ആണെങ്കിലോ? ഖാരിഫ് വിളകളാണെങ്കിൽ എന്തൊക്കെ വരാം? നെല്ല്. പിന്നെന്തൊക്കെ വരാം? പരുത്തി. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്, പരുത്തി. അതേപോലെ ചോളം, പിന്നെ ഏതാണ്? നിലക്കടല. ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂർ എവിടെയാണ്? അത് ഈ പറയുന്ന കാവേരി നദിയുടെ തീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേഖ് എവിടെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ്. ശ്രീനഗർ, കാർഗിൽ, സോജിൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ച ഏതായിരുന്നു? ശ്രീനഗറിനെയും കാർഗിലും ആയിരുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആ തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതെല്ലാം? സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാറ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നമുക്കറിയാം ഹിമാലയ നദികൾ 3 ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ ബിഗ് എന്ന് പറഞ്ഞ് പഠിക്കും അല്ലെ. എന്തൊക്കെയാണ്? ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ. അതിൽ ബ്രഹ്മപുത്രയും ഗംഗയും എവിടെയാണ്? ഇവിടെ ഇൻഡസ് മാത്രമാണ്, ഈ സിന്ധു നദി മാത്രമാണ് ഇവിടെ അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പൊ അത് അറബിക്കടലിലാണ്. അതേപോലെ തന്നെ നർമ്മദയും, അതേപോലെ നർമ്മദ, താപ്തി നമ്മൾ പഠിക്കുന്നുണ്ട്. ഉപദ്വീപീയ നദികളിൽ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പൊ നർമ്മദ പടിഞ്ഞാറോട്ടാണ്, പെരിയാറും. അപ്പോൾ ഇവിടെ വരാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മഹാനദി മാത്രമാണ്. സോ ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ് എന്ത് ചെയ്യുന്നത്? അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം എവിടെയാണ്? നമ്മുടെ 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം എന്നത് ഒരു മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വിജയഭാരതി സയാനി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. അതിന് മാറ്റമുണ്ടോ എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതി ഏത് വർഷമായിരുന്നു? 1976. 4 2 കൂട്ടുമ്പോൾ 6. നമ്മളത് മറന്നു പോകരുത്. ഏതൊക്കെയായിരുന്നു കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്ന് പറയുന്നത്? സോഷ്യലിസം. ഓക്കെ, സോഷ്യലിസം. പിന്നെ വേറെ ഏതൊക്കെയായിരുന്നു? അതേപോലെ തന്നെ സെക്യുലാർ, പിന്നെ ഏതാണ്? ഇന്റഗ്രിറ്റി.
അതായത് മതേതരത്വം അതേപോലെ അഖണ്ഡത എന്നിവയൊക്കെയായിരുന്നു എന്ത് ചെയ്ത് 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത്. അതേപോലെ 42ാം ഭേദഗതിയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭേദഗതിയായിരുന്നു 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അതേപോലെ ഏതായിരുന്നു? 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും ഒക്കെ ഏതിലായിരുന്നു? ഈ പറയുന്ന 42ാം ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാം? എത്ര പേരാണ്? അത് 10 അതായത് 1+10 എന്നുള്ളതാണ് അതിന്റെ കണക്കെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആയാലും അത് എത്രയാണ്? 1+10 ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം, അതായത് ഇപ്പോഴത്തെ നിലവിൽ ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? അത് ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ സമരിയ. എങ്കിൽ കേരളത്തിന്റെ ആരായിരുന്നു? കേരളത്തിന്റെ നമ്മൾ പറഞ്ഞു വി ഹരിനായർ. വി ഹരിനായർ ആണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? കൈലാസ് സത്യാർത്ഥി. നമ്മൾ പറഞ്ഞു 2014 കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. കൂട്ടത്തിൽ ആർക്കായിരുന്നു? മലാല യൂസഫ്സായിക്കും നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് ഭാഷയിലാണത്? ബംഗാളി ഭാഷയിൽ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഒരു രൂപയുടെ ചിഹ്നം എന്താണ് ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത് എന്നായിരുന്നു? അത് 2010 ജൂലൈ 15 അത് ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിക്കുന്നത്. ആരായിരുന്നു ഇത് ഡിസൈൻ ചെയ്തത്? അത് ഉദയകുമാറാണ്. ഉദയകുമാറാണ് ഈ ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ് മൗലിക കടമകൾ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന, ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ശരിയായ പ്രസ്താവനയാണ്. ചെയർമാനെയും കമ്മീഷണർമാരെയും ആരാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്നു. പ്രധാനമന്ത്രിയാണോ നിയമിക്കേണ്ടത്? അല്ല. ആരാണ് നിയമിക്കുന്നത്? അത് പ്രസിഡന്റ് ആണ് ഇവരെ നിയമിക്കുന്നത്. ഓക്കെ. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. ഒക്ടോബർ 24 അല്ല, ഒക്ടോബർ 12 നിലവിൽ വന്നത്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. അപ്പൊ എന്താണ്? ഇത് ശരിയല്ല, ഇത് ശരിയല്ല. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2, 3 ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ തെറ്റിക്കാൻ പോകുന്നത് ശരിയല്ലാത്തതെന്ന് വായിക്കും, നമ്മൾ ഇത് ശരിയാണല്ലോ എന്ന് കണ്ട് നേരെ എന്ത് ചെയ്യും? ഓപ്ഷനെ 1 മാത്രം എന്നങ്ങ് മാർക്ക് ചെയ്യും. അങ്ങനെ തന്നെ PSC കുറെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം അവർ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് ചോദിച്ചിട്ട് ആൻസർ കീയിൽ ചിലപ്പോൾ 1 മാത്രം എന്ന് പറഞ്ഞു തരും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് കാണാൻ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമസഭാ സിസ്റ്റം നിലവിലുള്ളത്? എവിടെയാണ്? അത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ദ്വിമണ്ഡല നിയമസഭയുള്ളത്. അതായത് നമുക്കറിയാം 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭ ഉള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ഉണ്ട്. അതേപോലെ തന്നെ ഏതാണ്? ബീഹാർ. പിന്നെ ഏതാണ്? കർണാടക. പിന്നെ വരുന്നത് മഹാരാഷ്ട്ര. പിന്നെയുള്ളത് തെലുങ്കാന. പിന്നെയുള്ളത് UP, ഉത്തർപ്രദേശ്. ഇങ്ങനെ 6 എന്ത് ചെയ്യുന്നത്? ദ്വിമണ്ഡല നിയമസഭയുള്ളത്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, UP. നെക്സ്റ്റ് നോക്കാം. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി, ശരിയായതാണ് നമുക്ക് വേണ്ടത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. നമുക്കറിയാം, ശരിയാണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതും ശരിയാണ്. അതുകൊണ്ടാണ് ജനുവരി 9 നമ്മൾ എന്ത് പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്? സുരേന്ദ്രനാഥ ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. എങ്കിൽ ആരാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത്? ആത്മീയ ഗുരു ടോൾസ്റ്റോയ് ആണ്. ടോൾസ്റ്റോയ് ആണ് ആത്മീയ ഗുരു. എങ്കിൽ പിൻഗാമികളുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? രാഷ്ട്രീയ പിൻഗാമി എന്ന് പറയുന്നത് നമ്മുടെ ടാഗോർ ആണ് രാഷ്ട്രീയ പിൻഗാമി എന്ന് പറയുന്നത്. എങ്കിൽ ആത്മീയ പിൻഗാമി ആരാണ്? ആത്മീയ പിൻഗാമി എന്ന് പറയുന്നത് അത് വിനോബ ഭാവെയാണ്.
ഓക്കെ, അപ്പൊ അത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയും ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ടാഗോറും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് പറയുന്നത് വിനോബ ഭാവെയുമാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് വേണ്ടത്? ശരിയായ ജോഡിയാണ്. 3 അപ്പം നമുക്ക് മനസ്സിലായി തെറ്റാണെന്ന്. അപ്പൊ നേരെ നോക്കാം, 3 ഉള്ളതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്ക്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1 and 2 ആണ്. കോൺഗ്രസുകളിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി. മിതവാദികളുടെ പട്ടികയാണ് ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. മിതവാദികളുടെ പട്ടിക എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? നമുക്ക് ഇതാണ് ആൻസർ ആയിട്ട് തന്നിരുന്നത് പ്രൊവിഷനിലെ കാര്യം. ആരാണ്? ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായും ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് അല്ലെ, അവരാരാണോ? അവർ തീവ്രവാദികളായിരുന്നു അല്ലെ. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനും അതേപോലെ ലാലാ ലജ്പത് റായും അതേപോലെ ബിപിൻ ചന്ദ്രപാൽ. അവർ 3 പേരായിരുന്നു തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ വരുന്നത്. മിതവാദികൾ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി, അതേപോലെ ഫിറോസ് ഷാ മേത്ത. ഇത്രയും പേരാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് മിതവാദികളുടെ ഗ്രൂപ്പിൽ വരുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി, അതേപോലെ ഫിറോസ് ഷാ മേത്ത. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് ഒരു ആൻസറിൽ ഒരിക്കലും, കാര്യം ഇവർ രണ്ടുപേരും അല്ല, എല്ലാ ഓപ്ഷനിലും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആൻസർ ക്യാൻസൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അപ്പൊ തീവ്രവാദികളാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? അത് 1ഉം 2ഉമാണ് ആൻസർ എന്ന് പറയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത് അല്ലെ. ആണ്, റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ത് നടന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നടന്ന കമ്മീഷനാണ് എന്ത്? സൈമൺ കമ്മീഷൻ അല്ല, അത് ഏതാണ്? നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷൻ. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർസാനം ഉപേക്ഷിക്കുകയുണ്ടായി. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഇവിടെ 2 തെറ്റാണെന്ന് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്ത് കളയാം. 1ഉം 3ഉമാണ് അല്ലെ, 2 ഉള്ളതാണ് ബാക്കിയെല്ലാം. അപ്പോൾ 1ഉം 3ഉമാണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. നോക്കിക്കേ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി അല്ലെ. ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ തന്നെ നമുക്കറിയാം 1 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നോക്കിക്കേ, 1 ഓപ്ഷൻസ് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ 2 and 3 ആണ്. ബാക്കി ഒന്നും വായിച്ചില്ലെങ്കിലും നമുക്ക് എന്തായാലും ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 1956 നവംബർ 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. നമ്മൾ പറഞ്ഞു എത്രയാണ്? 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് 56 നവംബർ 1-നാണ് വന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ആര്? ഫസൽ അലി അധ്യക്ഷൻ. പിന്നെ ആരൊക്കെയുണ്ടായിരുന്നു? HN ഗുൻസ്റുവും അതേപോലെ സർദാർ KM പണിക്കരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളെയും ശരിയായി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. അപ്പൊ നമുക്കറിയാം ഇത് തെറ്റാണ്. 1 തെറ്റാണെന്ന് മനസ്സിലായി. നേരെ പോവുക, 1 ഓപ്ഷൻസ് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ബാക്കി വായിക്കേണ്ട ആൻസർ ഏതാണ്? 2ഉം 3ഉമാണ്. ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായും, കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബുമായിരുന്നു. നെക്സ്റ്റ് നോക്കാം. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങളിത് പഠിക്കേണ്ടത് ഇവരുടെ 3 പേരുടെയും ആ ഒരു ആൾക്കാർ ആരാണെന്ന് പഠിച്ചു വെക്കുക. സേവാസമിതി എന്ന് പറയുന്നത് ആരുടേതായിരുന്നു? NM ജോഷി അല്ല, അത് ഹൃദയനാഥ കുൻസ്രു ആയിരുന്നേ. ഹൃദയനാഥ കുൻസ്രു. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയല്ലേ. 1 തെറ്റാണെന്ന് മനസ്സിലായി. നേരെ ഓപ്ഷനിലേക്ക് പോകാം. ബാക്കിയൊക്കെ വായിക്കാൻ വരട്ടെ. 1 തെറ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2 and 3 ആണ്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യ സമാജമാരാണ്? ദയാനന്ദ സരസ്വതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. ശരിയാണ്. ഏത് വർഷമാണ്? 1853 ഏപ്രിൽ 16-നാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മുംബൈ ടു താനെ.
ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആണോ? അല്ല. ആരായിരുന്നു അത്? വില്യം ബെന്റിക്കാണ് സതി അതേപോലെ തന്നെ ശിശുഹത്യയും ഒക്കെ നിരോധിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. 1ഉം 2ഉം. ഈ ഡൽഹൌസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഫാക്ട് ആണ് എന്ത്? ദത്തവകാശ നിരോധന നിയമം. അത് ഇമ്പോർട്ടന്റ് ആണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആരൊക്കെയായിരുന്നു? VP മേനോനും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അപ്പൊ ആരാണ്? JB കൃപലാനിയാണ് ഇവിടെ ഓപ്ഷനിൽ വരാത്തതായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെ വരും? 1ഉം 2ഉമാണ്. 1ഉം 2ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ശരിയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അത് നമുക്കൊരു ഡൗട്ട് വരാം. നമുക്കവിടെ നിൽക്കട്ടെ. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തരിക. 55 ആണോ? 52ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് തെറ്റാണെന്ന് മനസ്സിലായി അല്ലെ? 3 തെറ്റാണെന്ന് മനസ്സിലായി. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 3 ഉള്ളതെല്ലാം അങ്ങ് വെട്ടിക്കളയുക. അപ്പൊ എന്ത് കിട്ടി? ബാക്കി ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ A മാത്രമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയും ആരാണ്? ടാഗോറാണ് രചിച്ചത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. എന്താണ് നോക്കിക്കേ. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. ശരിയാണ്. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അതായത് ഇപ്പോഴും നിലവിലും പ്രസിദ്ധീകരണമുള്ള ഏറ്റവും പഴയതാണ് മുംബൈ സമാചാർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഹിന്ദി അല്ല, അത് ഗുജറാത്തി ഭാഷയാണ്. ഗുജറാത്തി ഭാഷയിലാണ് മുംബൈ സമാചാർ വരുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് ശരി വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയമാണ്. ശരിയാണ്. HMT ലിമിറ്റഡ് എറണാകുളമാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് അത് നമ്മുടെ അമ്പലമുകൾ കൊച്ചിയിലാണ്. കൊച്ചി. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണോ? 1ഉം 2ഉമാണ് ശരി വരുന്നത്. ഓപ്ഷൻ ഡി 1 and 2 ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ശരിയായവയാണ് നമുക്ക് വേണ്ടത്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? നേര്യമംഗലം ചാലക്കുടി പുഴയിലല്ല, അത് മുതിരപ്പുഴയിലാണ്. മുതിരമ്പുഴ. ഓക്കെ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി എവിടെയാണ്? പമ്പ നദിയിലാണ്. സോ 2 and 3 എന്ന് പറയുന്നത് ഓപ്ഷൻ A 2 and 3 ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി. തുഞ്ചൻ സ്മാരകം തിരൂരും കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലത്തുമാണ്. വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? അത് നമ്മുടെ ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തിയിലാണ് വള്ളത്തോൾ മ്യൂസിയം. ചെറുതുരുത്തി. അപ്പൊ എന്താണ്? 3 ആണ് തെറ്റ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ ജോഡി. സോ ഓപ്ഷൻ സി 1 and 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വദർശനം എന്താണ്? G ശങ്കരക്കുറുപ്പിന്റേതാണ്. മുത്തശ്ശി N ബാലാമണി അമ്മയുടേതാണ്. അവിൽപ്പൊതി എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റേതല്ല, അത് ആരുടേതാണ്? വി കെ ഗോവിന്ദന്റേതാണ്. ഈ പറയുന്ന എന്താണ് അവിൽപ്പൊതി എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാണ്. അത് ആരുടേതാണ്? വി കെ ഗോവിന്ദന്റേതാണ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? നമുക്ക് വേണ്ടത് ശരിയല്ലേ? അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വിശ്വദർശനം G ശങ്കരക്കുറുപ്പ്, അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ, അതേപോലെ തന്നെ മുത്തശ്ശി N ബാലാമണിയമ്മ, വള്ളത്തോൾ മ്യൂസിയം ചെറുതുരുത്തി, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. തുഞ്ചൻ സ്മാരകം എവിടെയാണ്? തിരൂരാണ്. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായവ. പമ്പ പുളിച്ചിമലയാണ്. എവിടെയാണ്? ചാലക്കുടി പുഴ ആനമലയാണ്. ഈ അച്ചൻകോവിലാറ് പമ്പാ നദിയല്ല. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി 1 and 2 ആണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കറിയാം ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ പശ്ചിമഘട്ടം ഇവിടെയാണ്, പറയുന്നത് ഇവിടെയായിട്ടല്ലേ നമ്മുടെ ആന്ധ്രാപ്രദേശ് വരുന്നത്. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായില്ലേ? ഒന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ അങ്ങ് കട്ട് ചെയ്യുക. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2 and 3 ആണ്. അതായത് നമുക്ക് ഈ സാധനങ്ങളുടെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ തന്നെ കുറെ ജോഗ്രഫിയുടെ പോർഷനിൽ നമുക്ക് കുറെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് എവിടെ കൂടിയൊക്കെയാണെന്ന്? അത് ആദ്യത്തെ ഏതാണ്? ഗുജറാത്ത് ഉണ്ട്, പിന്നെ ഏതാണ്? മഹാരാഷ്ട്രയുണ്ട്, പിന്നെ ഏതാണ് അടുത്ത് വരുന്നത്? ഗോവയുണ്ട്, നെക്സ്റ്റ് കർണാടകയുണ്ട്, പിന്നെ ഏതാണ്? കേരളമുണ്ട്, അവസാനം വരുന്നത് തമിഴ്നാട്. ഇങ്ങനെ 6 സ്റ്റേറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കുടുംബശ്രീ സംവിധാനത്തെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? കുടുംബശ്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ഇതെല്ലാം ശരിയാണ്. ഇതാണ് അവർ തെറ്റായിട്ട് തന്നിരുന്നത്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ ADS എന്ന് പറയുന്നത്. ഇത് തെറ്റെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് വരും ആൻസർ? ഓപ്ഷൻ സി 1 and 2 ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം മലപ്പുറമാണെന്ന്. എവിടെയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം? അത് പാലക്കാടാണ്. നമുക്കറിയാം തമിഴ്നാടിലൂടെ എൻട്രൻസ് ഉള്ള ഒരു വന്യജീവി സങ്കേതമാണ്. അത് ആരുടേതാണ്? കേരളത്തിൻ്റെതാണ്. പക്ഷെ അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. പീച്ചി വാഴാനി തൃശ്ശൂരാണ്, നെയ്യാറ് തിരുവനന്തപുരത്താണ്. അപ്പൊ ഏതാണ്? 1 തെറ്റായിട്ട് വരുന്നത്. നമുക്ക് നേരെ ക്യാൻസൽ ചെയ്ത് കളയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and 3 ആണ്. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി. PK ചാത്തൻ മാസ്റ്റർ ആരാണ്? തദ്ദേശ സ്വയംഭരണമാണ്. VR കൃഷ്ണയ്യർ എന്താണ്? വ്യവസായമായിരുന്നില്ല. VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെയായിരുന്നു? നിയമം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നിയമവകുപ്പായിരുന്നു VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത്. അതേപോലെ ഡോക്ടർ MR മേനോൻ എന്താണ്? ആരോഗ്യമായിരുന്നു. ഓക്കെ, 1ഉം 3ഉമാണ് ശരി. അതേപോലെ വ്യവസായ വകുപ്പ് മന്ത്രി ആരായിരുന്നു? വ്യവസായം എന്ന് പറയുന്നത് KP ഗോപാലൻ ആയിരുന്നേ. KP ഗോപാലൻ. അപ്പൊ ആൻസർ വരുന്നത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്താൻ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. രണ്ടുള്ളത് നേരെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ആൻസർ ഇതാണ്. ഓപ്ഷൻ D ആണ്. അതായത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ ഉത്തരം? വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ടാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആരാണ്? ആത്മാനുതാപമാണ്. വാഗ്ബടാനന്ദന്റെ എല്ലാ വിവേകാനന്ദ സന്ദേശം. കേട്ടോ, ഇത് തെറ്റാണ് ഇവിടെ. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ ഉത്തരമല്ലേ? 1ഉം 3ഉമാണ്. ഓപ്ഷൻ A ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്? മാതൃഭൂമി ആരാണ്? KP കേശവ മേനോനാണ്. ശരിയല്ലേ അത്? അതേപോലെ കേരള കൗമുദി എന്ന് പറയുന്നത് CP കുഞ്ഞിരാമൻ അല്ല, അതാരാണ്? CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അൽ അമീൻ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഈ 1 മാത്രമാണ്. ഇത് PSC ക്യാൻസൽ ചെയ്തിരുന്നു. കാര്യം അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസർ കീ അല്ലെ, ABC എന്ന് പറയുന്ന ഏതെങ്കിലും ഒന്നിൽ എന്ത് വന്നേനെ? 1 മാത്രം എന്ന് വന്നിരുന്നെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യായിരുന്നു. ഇവിടെ ആൻസർ വന്നിരുന്നത് പ്രൊവിഷനിൽ വന്നിരുന്ന 1ഉം 2ഉം എന്നുള്ളതായിരുന്നു. കാര്യം CP അല്ല, അതെന്താണ്? CV കുഞ്ഞിരാമനാണ്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താൻ. ഋതുമതി പ്രേംജി ശരിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടാണ്. നോക്കുക, അടുത്ത എന്താണ്? പാട്ടബാക്കി KPR ഗോപാലൻ അല്ല. പാട്ടബാക്കി എന്ന് പറയുന്നത് K ദാമോദരൻ രചിച്ച നാടകമാണ് എന്തെന്ന് പറയുന്നത്? പാട്ടബാക്കി എന്ന് പറയുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് നമുക്ക് ശരിയായ ഉത്തരമാണ് വേണ്ടത്. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്താൻ.
ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ ആണോ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കാരാട്ട് ഗോവിന്ദ പണിക്കർ എന്നായിരുന്നു. കാരാട്ട് ഗോവിന്ദ പണിക്കരല്ല, ഗോവിന്ദ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. എങ്കിൽ ചോദിക്കട്ടെ, വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണനാണ് എന്ത് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ ഉത്തരമാണ്. ഒന്ന് തെറ്റാണ്, നേരെ ആൻസർ ചെയ്ത് കളയുക ഒന്നുള്ളത്. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി 2 and 3 ആണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായർ. ചിന്മയാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാണെന്ത്? ബാലകൃഷ്ണ മേനോൻ എന്നുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി ആരൊക്കെയാണ്? TK മാധവനുണ്ട്, KP കേശവമേനോനുണ്ട്. ഡോക്ടർ പൽപു അതുമായിട്ട് ബന്ധമില്ല. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2 and 3 ആണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു തുടങ്ങിയത്? 1924 മാർച്ച് 30 തുടങ്ങി. അതേപോലെ തന്നെ എന്തായിരുന്നു? വൈക്കം വീരർ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? വൈക്കം ഹീറോ EV രാമസ്വാമി നായ്ക്കറാണ്. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താം. 1863 തിരുവനന്തപുരത്തിനടുത്ത വെങ്ങാനൂരിൽ ജനിച്ചു. ശരിയാണ്. പുലയരുടെ രാജാവെന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആണോ? അല്ല. ആരായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്? അത് ഗാന്ധിജിയാണ് അദ്ദേഹത്തെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത്. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. 1ഉം 3ഉം. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താം. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നായർ വൃത്തിജന സംഘം രൂപവൽക്കരിച്ചു. എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിനെ പിന്തുണച്ച മന്നത്തിന്റെ നേതൃത്വത്തിൽ എന്ത് നടത്തി? സവർണ ജാഥ നടത്തി. ഓക്കെ, അതും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ത്? കണ്ണീരും കിനാവുമല്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകളാണ് എന്ത്? പറയുന്ന നമ്മുടെ ആരുടേതാണ്? മന്നത്ത് പത്മനാഭന്റെ. അപ്പൊ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? അത് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതേപോലെ VTയുടെ 2 കൃതികൾ പഠിച്ചു വെക്കുക. 2014 അതേപോലെ 2016 ചോദിച്ചതാണ് ദക്ഷിണായനം എന്ന കൃതിയും അതേപോലെ തന്നെ കർമ്മവിരാപം. കർമ്മ വിഭാഗം, വിഭാഗം. ഇത് രണ്ടും ആരുടെ കൃതികളാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതികളാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തതേത്? നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് പെടാത്തതാണ്. അപ്പൊ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നത് ആരെഴുതിയതാണ്? അത് PK ബാലകൃഷ്ണന്റേതാണ്. PK ബാലകൃഷ്ണൻ. 1.25 കോടി മലയാളികൾ ആരുടേതാണ്? പറയുന്ന EMSന്റേതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1.25 കോടി മലയാളികൾ. PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ് 1.25 കോടി മലയാളികൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തതെന്നാണ്. അപ്പൊ നമുക്കറിയാം ഇതല്ല, ഇതല്ല, ഇതല്ല നമുക്കറിയാം. പിന്നെ ഏതാണ്? ഇത് രണ്ടിലുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. കൂടുതലും പേര് മാർക്ക് ചെയ്തിരിക്കുന്ന ഇതായിരിക്കും. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്നതും എന്താണ്? EMSന്റെ കൃതിയായിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുമ്പോൾ 1 മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10,028 പേരാണ് അതിൽ സൈൻ ചെയ്തത്. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ആണോ? അല്ല. ഡോക്ടർ പൽപ്പു അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 3ാമത് സൈൻ ചെയ്ത ഡോക്ടർ പൽപ്പു ആണ്. നേതൃത്വം നൽകിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് 1ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായരുണ്ട്, ചിരുക്കണ്ടനുണ്ട്. KCS മണിയല്ല കേട്ടോ. കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനും. അപ്പൊ ഓപ്ഷൻ 1 and 2 ആണ്. അതേപോലെ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട്. ആരൊക്കെയായിരുന്നു? മടത്തിലപ്പു. മടത്തിലപ്പു ആരാണ്? നമ്മുടെ പറയുന്ന കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെയുള്ളത് പള്ളിക്കൽ അബൂബക്കർ. പള്ളിക്കൽ അബൂബക്കർ.
നമ്മുടെ കയ്യൂർ സമരം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിൽ 1941 മാർച്ച് 28 നടന്ന സംഭവമാണ് ഈ പറയുന്ന കയ്യൂർ സമരം എന്ന് പറയുന്നത്. ഈ വർഷം പഠിച്ചു വെക്കുക, 1941 അതേപോലെ തന്നെ കാസർഗോഡാണ്. കഴിഞ്ഞ 2-3 പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നേതാക്കളുടെ കൂട്ടത്തിൽ പെടാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? മഠത്തിലപ്പു, പള്ളിക്കൽ അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചിരുക്കണ്ടൻ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് എന്ത്? ഇനാമൽ. ഇനാമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള ആ ഒരു വെളുത്ത ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് തൈമീൻ ആയിരുന്നില്ല, ഇത് ശരിക്കും തയാമീൻ എന്നായിരുന്നു. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാര്യം അസ്കോർബിക് ആസിഡ് നമുക്കറിയാം അതെന്താണ്? വിറ്റാമിൻ സി ആണ്. ഈ തൈമീൻ എന്ന് പറയുന്നത് DNA-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തൈമീൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ശരിക്കും തൈമീൻ അല്ല, തയാമീൻ ആണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് വന്നേനെ. അപ്പൊ ഇത് PSC ക്യാൻസൽ ചെയ്തതാണ്. അപ്പൊ നമുക്കറിയാം ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏകദേശം 8ഓളം അല്ലെ ബി വിറ്റാമിൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? B1 എന്ന് പറയുന്നത് തയാമീൻ, തൈമീൻ അല്ല തയാമീൻ. പിന്നെ ഏതാണ്? B2 എന്ന് പറയുന്നത് എന്താണ്? റൈബോഫ്ലാവിൻ, റൈബോഫ്ലാവിൻ. അതേപോലെ തന്നെ B3 കണ്ടോ? 3 ഇങ്ങനെയല്ലേ എഴുതണം, നാ പോലെ അല്ലേ. അപ്പൊ P3യുടെ പേരാണ് എന്ത്? നിയാസിൻ. പിന്നെ 4 ഇല്ല, പിന്നെ ഉള്ളത് എന്താണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് പാൻഡോതെനിക് ആസിഡ്, പാൻഡോതെനിക് ആസിഡ് ആണ് 5 എന്ന് പറയുന്നത്. 6 എന്താണ്? 6 പിരിഡോക്സിൻ, പിരിഡോക്സിൻ ആണ് 6 എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? 7 എന്ന് പറയുന്നത് ബയോട്ടിൻ ആണ്, ബയോട്ടിൻ. അതേപോലെ പിന്നെ 8 ഇല്ല, പിന്നെ ഏതാണ്? 9 ഉണ്ട്. 9 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫോളിക് ആസിഡ് ആണ്. പിന്നെ ഉള്ളത് 12 ആണ്. 12 ആണ് എന്ത്? കൊബാലമീൻ എന്ന് പറയുന്നത്, കൊബാലമീൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻഡോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, പിന്നെയുള്ളത് കൊബാലമിൻ. അപ്പൊ ഏതാണ് ഉൾപ്പെടാത്ത ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് അസ്കോർബിക് ആസിഡ് ആയിരുന്നു അവർ ഉദ്ദേശിച്ച ആൻസർ. പക്ഷെ ഇവിടെ തൈമീൻ ആയതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇത് ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ത്? ആർദ്രം, ആർദ്രം പദ്ധതി. നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ആർദ്രം പദ്ധതി, ലൈഫ് മിഷൻ, ഹരിതകേരളം ഒക്കെ വന്നിട്ടുള്ളത്. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്? വൈറ്റമിൻ എ ആണ്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ചുവടെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. കേന്ദ്ര കിഴങ്ങ് വിള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരളം ഇങ്ങനെ നിൽക്കുവാണ് അല്ലെ. നമ്മുടെ കിഴങ്ങെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് താഴത്താണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും കിഴങ്ങ് വിള? നമ്മുടെ ആദ്യത്തെ ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇവിടെ എന്താണ് വരേണ്ടത്? TVM ആണ്. 1 തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡികളാണ്. അപ്പൊ ഒന്നുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. ഇത് രണ്ടുമല്ല എന്ന് മനസ്സിലായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, ഇത് ശരിയാണ്. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, തോട്ടവിള. അപ്പൊ നോക്കിക്കേ, ഇവിടെ 2 ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തോട്ടവിള, തോട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? നല്ല ഉയരത്തിലുള്ളത് പറിക്കാനാണ് തോട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? തോട്ടി ഉയരത്തിൽ, ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന ഏതാണ്? നമ്മുടെ കാസർഗോഡാണ്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ കേന്ദ്ര തോട്ടവിള എന്ന് പറയുന്നത് കാസർഗോഡാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തിയാണ്. ഇതും ശരിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? നെല്ലിനങ്ങൾ എന്ന് പറയുന്നത് പവിത്രയും അന്നപൂർണയുമാണ് നെല്ലിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ജ്വാലാമുഖി എന്താണ്? ജ്വാലാമുഖി എന്ന് പറയുന്നത് പച്ചമുളകാണ്. ജ്യോതിക എന്ന് പറയുന്നത് പയറാണ്. അങ്ങനെ കുറച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, അതായത് പഴയ SCRT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെല്ലിന് പറയുന്നത് ഈ പറയുന്ന പവിത്രയുണ്ട്, അന്നപൂർണയുണ്ട്, പിന്നെയുള്ളത് ഹ്രസ്വയാണ്, ഹ്രസ്വ. പിന്നെയുള്ളത് പയറാണ്. നമ്മൾ പറഞ്ഞു ലോലയുണ്ട്, മാലികയുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, ഇതൊക്കെ പയറാണ്. വെണ്ടയാണെങ്കിൽ കിരണുണ്ട്, അർക്കയുണ്ട്, സൽകീർത്തിയുണ്ട്. അതേപോലെ വഴുതനയാണെങ്കിൽ സൂര്യയുണ്ട്, ശ്വേതയുണ്ട്, ഹരിതയുണ്ട്, ഇതൊക്കെ വഴുതനയുടെ ഇനങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? നോക്കിക്കേ, നമുക്കറിയാം ഡയറിയ. ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറിളക്കം. അപ്പൊ ഇതെന്താണ്? വെള്ളം കുടിക്കുന്നതിലൂടെയാണ്. ടൈഫോയിഡ്, കോളറ, എയ്ഡ്സ് ഒരിക്കലും എന്താണ്? മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെയല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1, 2, 4 എന്നിവയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന.
കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. നമുക്കറിയാം അല്ലെ, എന്താണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഭൂമിയിൽ നിന്നുള്ള സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആഗോളതാപനം. അപ്പൊ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളല്ലേ, അപ്പൊ ഒന്ന് ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണെന്ന്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. ഇത് തെറ്റാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ഏത് വരും? 1 and 3. ഓപ്ഷൻ എ ആണ് നമുക്ക് ശരിയായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. തെറ്റാണ് നമുക്ക് വേണ്ടത്. സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കാണ്. ശരിയാണ്. ചെന്തുരുണി എന്താണ്? വന്യജീവി സങ്കേതമാണ്. അതേപോലെ ഇരവികുളം എന്താണ്? നാഷണൽ പാർക്കാണ്. നെയ്യാർ എന്ന് പറയുന്നത് ഒരു വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഏതാണ് നമുക്ക് തെറ്റായ ജോഡിയല്ലേ വേണ്ടത്? ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. 3ഉം 4ഉം. ഓപ്ഷൻ ബി 3ഉം 4ഉമാണ്. അലക്കുകാരം നമ്മൾ പറഞ്ഞു എന്താണ്? സോഡിയം കാർബണേറ്റ് എന്നാണ്. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? സോഡിയം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഈ പറയുന്ന ക്ലോറിൻ അതിലില്ല. അതിൽ എന്തൊക്കെയാണ്? വൈറ്റമിൻ സി എന്ന് പറയുന്നതില് C6H8O6 ആണ്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് വൈറ്റമിൻ സിയിലുള്ളത്. നമുക്ക് തെറ്റായ ജോഡിയല്ലേ വേണ്ടത്. സോ ആൻസർ ഏതാണ്? വൈറ്റമിൻ സി ആണ്. പഞ്ചസാര C6H12O6 ആണ്. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ്. അതിൽ കാർബണും ഓക്സിജനും ഉണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ശരിയാണ്. നമുക്ക് തെറ്റായ ജോഡിയാണ് വേണ്ടത്. വൈറ്റമിൻ സി ആണ്. അതിൽ ക്ലോറിൻ വരില്ല. പകരം എന്ത് വർണ്ണമായിരുന്നു അവിടെ? ഓക്സിജൻ വർണ്ണമായിരുന്നു. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത്. അൽ നിക്കോ എന്ന് പറയുന്നത് ഇതാണ്: അലൂമിനിയം, നിക്കൽ, അതേപോലെ കൊബാൾട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു അലൂമിനിയം ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, നിക്കൽ ഇല്ല. പിന്നെ എന്താണ്? ഇരുമ്പ് അതിൽ ഹിഡനായിട്ടുള്ളതാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ചോദിക്കുമ്പോൾ ഏതാണ്? മഗ്നീഷ്യം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉപലോഹങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. അത് ഏതാണ്? ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ അല്ലെ? എപ്പോഴും എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനെയാണ്, അതായത് ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഹൈഡ്രജൻ ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നുണ്ട്? ഏതൊക്കെയാണ്? രാസവളങ്ങളുടെ നിർമ്മാണവും അതേപോലെ തന്നെ പാഴ്ജല ശുദ്ധീകരണവുമാണ്. മഷിയുടെ നിർമ്മാണത്തിന് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. അതേപോലെ തന്നെ മഷി തുകലൊക്കെ ടാനിക് ആസിഡ് ആണ്. ഭക്ഷണത്തിന്റെ ദഹനം നമുക്കറിയാം എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ ഏതാണ്? 1ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് എന്താണ്? R/2 ആണ്. റേഡിയസ് വക്രത ആരം എന്ന് പറയുന്നത് 30 ആണ്. ബൈ 2 30/2 എന്ന് പറയുമ്പോൾ 15. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് എന്താ? പ്രകാശവർഷം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക്കും എന്ന് പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ്. ഇത് കഴിഞ്ഞ LDCയുടെ ഏതായിരുന്നു? എറണാകുളം LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതും എന്താണ് ഇവിടെ? ശരിയായ പ്രസ്താവനയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക്, സോണാറിൽ ഉപയോഗിക്കുന്ന ഇൻഫ്രാസോണിക് അല്ല, സോണാറിൽ അൾട്രാസോണിക് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ബി ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത് നോക്കിക്കേ, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം, അതായത് നമുക്കറിയാം ഇത് ഭൂമിയാണ്, ഇവിടെ എന്താണ്? ഒരു വസ്തു ഉണ്ട്, താഴേക്ക് വീഴുമ്പോൾ എന്താണ്? ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ ഭൂമി ഇങ്ങോട്ട് വലിച്ചു പിടിപ്പിച്ച് വെക്കുന്നതിനാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ സാധനം താഴേക്ക് ഓൾറെഡി വീഴുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണ ബലവും അതേ പൊസിഷനിൽ തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അപ്പൊ എന്താണ്? അത് ഒരു പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഇനി ഒരു വസ്തു ഉയർത്തുവാണ്, നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഉപരിതലത്തിരിക്കുന്ന വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, നമ്മൾ ആ സാധനത്തെ ലിഫ്റ്റ് ചെയ്തു. പക്ഷെ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇനി ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നീങ്ങുമ്പോൾ, ഒരു ചരിവ് തലം എന്ന് പറയുമ്പോൾ അതിനെന്താണ്? നീങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെതിരെയുള്ള ബലമാണ്. അപ്പൊ ഇതും എന്താണ്? അതും നെഗറ്റീവ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് പ്രവർത്തിക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ ഏതൊക്കെ വരും? 2ഉം 4ഉം 2ഉം 3ഉം വരും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര? ത്വരണം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലെ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? v മൈനസ് യു ബൈ ടി ആണ് ആക്സിലേഷൻ എന്ന് പറയുന്നത്. v മൈനസ് യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അതായത് നിശ്ചലാവസ്ഥയിലായിരുന്നു. അത് എത്രയിലായി? അന്ത്യപ്രവേഗം എന്ന് പറയുന്ന 30ഉം ആദ്യ പ്രവേഗം എന്ന് പറയുന്ന 0 ഡിവൈഡ് ബൈ ടൈം 5 വരും. അതായത് ഇവിടെ എത്ര വരും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 400ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്